ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിച്ചണിലൊന്ന് നോക്കാൻ കയറിയതാണ് നമ്മുടെ അലീന. അലീന കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അലീനയുടെ മനസ്സിനെ അത്രമാത്രം വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം ചെറിയ കേടുപാടുകൾ വന്നില്ലെങ്കിൽ പോലും കുറെ സാധനങ്ങൾ വേസ്റ്റ് ആക്കാൻ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന തക്കാളിക്ക, വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുത്തോ ഒരു പാടോ ഒരു പൊട്ടോ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കളയാണ്. അപ്പൊ അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേസ്റ്റാണ്, അത് വേസ്റ്റാക്കി കളയുക. അതിവിടെ ആരും ഉപയോഗിക്കത്തില്ല. അത് കേരള അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇത് കേട്ടാ പിന്നെ ചൊറിഞ്ഞു കയറാതിരിക്കുവോ നമ്മുടെ അലീനയ്ക്ക് അങ്ങ് വന്നില്ലേ ദേഷ്യം, പെരുവിരളി ഇതങ്ങോട്ട് പെരുത്ത്. എന്തിനാ പൗലോസേട്ട ഇതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നത്? ഇതിനൊരു വിണ്ട് കീറലോ പൊട്ടലോ പാടോ ഉണ്ടോന്ന് ഓർത്തോണ്ട് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? മാത്രമല്ല എടുക്കുമ്പം ഇത് നോക്കിയെടുക്കത്തില്ലേ? നിങ്ങളൊക്കെ തന്നെയല്ലേ പച്ചക്കറി മേടിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നോക്കിയെടുക്കത്തില്ലേ? നോക്കിയെടുക്കായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പഴങ്ങളെല്ലാം മാറ്റി വെച്ചേക്കാം. അപ്പൊ നമ്മുടെ അലീന ചോദിച്ചു, ഇതെന്താ ഈ പഴങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്? അതെ, അതൊന്നും ഫ്രഷ് ഒന്നും അല്ല. ഫ്രഷ് ഫ്രൂട്ട്സ് മാത്രമേ ഇവിടെ കഴിക്കത്തുള്ളൂ. എന്തിനാ ഇത്രയും മേടിച്ചു കൂട്ടി വെക്കുന്നത്? അത് കേരള അദ്ദേഹത്തിന് നിർബന്ധം ഇത്രയും മേടിക്കണമെന്ന്. അപ്പോഴത്തേക്കും അവിടുത്തെ വേലക്കാരി വന്നിട്ട് പൗലോസേട്ടാന്ന് പറഞ്ഞു വരുവാണ് കേട്ടോ. അതെ, എന്റെ പണി കഴിഞ്ഞ് ഞാൻ പോവാന്ന്. അപ്പൊ പൗലോസ് ചോദിച്ചു, സഞ്ചി ഉണ്ടോ? ആ സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഇതൊക്കെ അങ്ങ് വാരി എടുത്തോളാൻ പറയാ. അലീന അവിടെ നിൽക്കുന്നൊന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരി വന്നിട്ട് അതെല്ലാം കൂടെ വാരി ആ വിഷോപ്പറിനകത്തേക്ക് ഇടാണ് കേട്ടോ. അപ്പൊ അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ അലീനയോട് പുള്ളിക്കാരി പറയാണ്, ഇതേ ആടിന് കൊടുക്കാൻ, ആടൊക്കെ ഇത് കഴിച്ചോളുന്നേ, വെറുതെ കളയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം കൂടെ വാരി കൂട്ടുന്നത്. അലീനയ്ക്ക് വീണ്ടും ചൊറിഞ്ഞു കയറുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആടിന് കൊടുക്കാനൊന്നും അല്ല, അത് അത്രയ്ക്ക് വേസ്റ്റ് ആയ കാര്യങ്ങളും സാധനങ്ങളും അല്ല. അത് നമ്മുടെ പൗലോസ് എടുത്ത് വേലക്കാരിക്ക് അങ്ങോട്ട് കൊടുത്തു വിടുന്നു, അത്രമാത്രം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല കേട്ടോ കൊണ്ടുപോകുന്നത്, ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളും മുഴുവനും എടുത്ത്, അതായത് തലേ ദിവസം ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ മുഴുവനും എടുത്ത് ഈ പുള്ളിക്കാരി കൊണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് മൊത്തം അടുക്കിയൊക്കെ പിറക്കി വെച്ചിട്ട് കൊണ്ടുപോവാണ്. ഇതും അലീന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ടോണ്ട്. അപ്പം അലീന ചോദിച്ചു, അല്ലെ ഇതും ആട് തിന്നുവോ? ഇത് വീട്ടില് പട്ടിക്ക് കഴിക്കാനാ വെച്ചതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പൗലോസിനോട് ചോദിച്ചു, അല്ല ഇവിടുത്തെ പട്ടികള് ഇവിടെ ഇതൊന്നും കഴിക്കത്തില്ലേ? ഇതൊന്നും മണത്ത് നോക്കത്ത് പോലും ഇല്ല. അതിന് സ്പെഷ്യൽ ഫുഡല്ലേ? അല്ല ഫ്രിഡ്ജിൽ വെച്ച് ആകാരം ഇവിടുത്തെ ജോലിക്കാര് കഴിക്കത്തില്ലേ പൗലോസേട്ടാ? എന്തിനാ വെറുതെ വയറ് കേടാക്കുന്നത്? ഇവിടെ ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓ, കൊള്ളാം, നല്ല യജമാനും നല്ല ജോലിക്കാരും തന്നെ ഇവിടെ ഉള്ളത്. സൂപ്പർ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ അലീന അങ്ങ് പോയി കേട്ടോ, ദേഷ്യം വന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ പൗലോസ് വേലക്കാരിയോട് പറഞ്ഞു, അവക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല ഇവിടെ പ്രശ്നമാവോ ഇനിയിപ്പൊ ഇതിന്റെ പേരില്? അല്ല ഇനിയിപ്പം കേണൽ അദ്ദേഹത്തോട് വല്ലതും ചെന്ന് പറഞ്ഞു കൊടുത്ത്, എന്ത് പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഒന്നും പറഞ്ഞു കൊടുത്താൽ പ്രശ്നമാകാൻ പോകുന്നൊന്നും ഇല്ലെന്നേ. ഞാനുണ്ടല്ലോ ഇവിടെ, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇത് എന്റെ അടുക്കളയാ. എന്റെ അടുക്കളയിൽ കയറി എന്നോട് ചോദ്യം ചെയ്യാൻ വരാൻ അവൾ ആരാ? അല്ല എങ്കിലും അല്ല ഈ പെങ്കൊച്ചിന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അതിന് ഏതെങ്കിലും ഒരു മൂലക്ക് കയറി ഇരുന്നാ പോരെ? മൂലക്ക് കയറി ഇരുന്നാ മതി. അതെ, അവളെ ഷോ കാണിക്കുന്ന ഷോ, ഇതിന് സൂക്കേടെന്നാ പറയുന്നത്. ഇതൊക്കെ പതുക്കെ നിർത്തിക്കോളുന്നേ. എന്റെ അടുത്ത് വെളച്ചിലൊന്നും നടക്കത്തില്ലെന്നേ, അതുകൊണ്ട് പതുക്കെ നിർത്തിക്കോളെന്ന് പറഞ്ഞു. ഈ സമയത്ത് ആ പുള്ളിക്കാരി സാധനമൊക്കെ എടുത്തോണ്ട് സ്ഥലം വിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഔതക്കുട്ടീനെ കേട്ടോ. ഔതക്കുട്ടി ഇങ്ങനെ കലണ്ടറെ നോക്കി ഓരോ ഡേറ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ എണ്ണിപ്പറക്കിയൊക്കെ നോക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മുടെ അലീന വന്നപ്പോഴത്തേക്കും ഔതക്കുട്ടി ഇങ്ങനെ കലണ്ടറെ നോക്കി ഇങ്ങനെ എണ്ണിപ്പിറക്കി 23, 24 ഇങ്ങനെ നോക്കാണ്. അപ്പൊ നമ്മുടെ അലീന വന്നിട്ട് ചോദിച്ചു, ഇത് എന്തു പറ്റി? ഇതെന്താ കലണ്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതെന്താ പ്രശ്നം? എന്താ വല്യപ്പച്ച? അത് പിന്നെ മോളെ, ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ നോക്കി നിൽക്കുക. അലീനയ്ക്കും തീയതി ഒന്നും ഓർമ്മയില്ല കേട്ടോ, അവിടെ വെറുതെ ഇരിപ്പല്ലേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഔതക്കുട്ടി പറഞ്ഞു, അയ്യോ ഇത് കഴിഞ്ഞ മാസം കിടക്കുന്നത്, പേജ് മറിക്കണ്ടേ? ഞാനും അത് നോക്കിയില്ല വല്യപ്പച്ച. എന്നാ മോളെ നീ അത് മാറ്റിയിടാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, ഇപ്പൊ തന്നെ മാറ്റിയിട്ടേക്കാന്ന് പറഞ്ഞിട്ട് അത് പേജ് പറിച്ച് മാറ്റിയിടുകയാണേ. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അതേ വല്യപ്പച്ചന് ഇവിടുത്തെ കിച്ചണിൽ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? പാചകം. അതല്ല ഞാൻ ചോദിച്ചത്. പൗലോസ് നടക്കുന്നു. ഓ, എന്റെ പൊന്നു വല്യപ്പച്ചനോട് ഞാൻ അതൊന്നും അല്ല ചോദിക്കുന്നത്. അതെ, പൗലോസ് ഏട്ടനെ ആള് കുറച്ച് തണ്ട. എന്തോരം ഭക്ഷണ സാധനങ്ങളാ വെറുതെ കൊണ്ട് കളയുന്നത്. അതെ, ഇവിടെ വെച്ചുണ്ടാക്കിയിട്ട് മിച്ചം വരുന്നതല്ലേ കളയുന്നത്. ദേ മോളെ അലീനെ, ലാലിച്ചനെല്ലാം ഊണ് മേശയിൽ കിട്ടണം. മട്ടൻ ഉണ്ടോന്ന് ചോദിച്ചാൽ മട്ടൻ കാണണം, മീനില്ലേന്ന് ചോദിച്ചാൽ മീൻ ഉണ്ടാകണം, ഫിഷ് കറി അതൊക്കെ കാണണമെന്നേ. അല്ലെങ്കിൽ അവന്റെ നിറം മാറും. അതൊക്കെ ഉണ്ടായിക്കോട്ടെ വല്യപ്പച്ച. ഒരാള് കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ വല്യപ്പച്ച?
ഇത്രയും കാലം വെച്ചു വിളമ്പി കൊടുക്കുന്ന പാചകക്കാരനെ അറിഞ്ഞൂടെ അതിന്റെ അളവും തൂക്കമൊന്നും? അതൊക്കെ പോട്ടെ, മിച്ചം വരുന്ന ഫുഡ് ഇവിടുത്തെ ജോലിക്കാർക്ക് കഴിക്കാലോ, എച്ചിലൊന്നും അല്ലല്ലോ. അവര് കഴിക്കുന്നുണ്ട് മോളെ, ഇഷ്ടംപോലെ അവര് കഴിക്കുന്നുണ്ട്. എന്നിട്ടും മിച്ചം വരുന്നുണ്ടല്ലോ, എന്നിട്ടാണ് അവര് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് കുറെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തള്ളും. പിന്നെ തൂത്തു തുടയ്ക്കാൻ വരുന്ന ചേച്ചി ഒരു വലിയ സഞ്ചി നിറയെ കടത്തിക്കൊണ്ട് പോകും. അയ്യോ മോളെ, അതൊന്നും നീ ശ്രദ്ധിക്കാൻ പോവണ്ട, അവൻ എന്നാന്ന് വെച്ചാ ചെയ്യട്ടെ. വല്യപ്പച്ച, ഇന്ന് ഞാൻ നോക്കി നിക്ക പൗലോസ് ചേട്ടൻ മീൻ വെട്ടുവാ. വാലും തലയും മുറിക്കുമ്പോ അതിന്റെ കൂടെ എന്തോരം ദശയാ പോകുന്നതെന്ന് അറിയാമോ? ഒരു കറിക്കുള്ള മാംസമാ പോകുന്നത്. ഇതെല്ലാം പൈസ കൊടുത്തല്ലേ മേടിക്കുന്നത്, അല്ലാതെ പുളിങ്കുരു അല്ലല്ലോ എണ്ണി കൊടുക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുവാ. അത് പിന്നെ മോളെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ പോരെ, എന്തിനാ അത് പിന്നെ ഭക്ഷണം പാഴാക്കി കളയുന്നത് എവിടെ കണ്ടാലും ഞാൻ ഇടപെടും. അത് വല്യപ്പച്ചന്റെ മോൻ പറഞ്ഞാലും ശരി, ഞാൻ എതിർക്കും പറഞ്ഞാൽ എതിർക്കും. അത്രയ്ക്ക് ദണ്ണമുണ്ട് എനിക്ക്. എനിക്ക് എനിക്ക് ഭക്ഷണത്തിന്റെ വില അറിയാം വല്യപ്പച്ച. ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. അനാഥാലയത്തിന്റെ തിണ്ണയില് ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവരുന്നത് കാത്ത് ഇരുന്നിട്ടുണ്ട് ഞാന്. അന്നം ദൈവമാണെന്നാ ബ്രിജിത്ത മമ്മി എന്നെ പഠിപ്പിച്ചത്. മോളെ, അതൊക്കെ ശരിയാ, സമ്മതിച്ചു. നീ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഈ അനാഥാലയത്തിന്റെ കാര്യം പറയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ നിനക്ക്? അത് പിന്നെ ഞാൻ അവിടെയല്ലേ വല്യപ്പച്ച വളർന്നത്, അപ്പൊ പിന്നെ ഞാൻ അത് പറയണ്ടേ? അല്ല, ഇന്നലെ നീ പറയുന്നത് കേട്ടു, ഈ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ. നമ്മൾ അനാഥാലയത്തിൽ ജീവിച്ചതെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ കൊള്ളാമോ? നമുക്കല്ലേ അതിന്റെ മോശം. നീ ഇപ്പം നല്ല നിലയിലല്ലേ ജീവിക്കുന്നത്, പിന്നെ എന്താ അനാഥാലയമൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക് മോളെ, അതൊന്നും ഓർക്കണ്ട. ഇത് കേട്ടതും അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ. ഇപ്പൊ അലീന പറഞ്ഞു, അനാഥാലയം മറന്നാ പിന്നെ ഈ അലീന ഇല്ല വല്യപ്പച്ച, ഈ അലീന ഉണ്ടോ പിന്നെ? അങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല. കൈക്കുഞ്ഞ് ആറിനപ്പ മുതലേ 25 വർഷം ഞാൻ ജീവിച്ച എന്റെ വീടാ, എന്റെ തറവാടാ. അത്രയും കാലം എനിക്ക് അന്ന വിളമ്പി തന്ന എന്റെ സ്വന്തം തറവാടാ അവര്. അവിടെ ഉള്ളവര് എന്റെ സഹോദരങ്ങളാ. അതിന്റെ മുറ്റത്താ ഞാൻ പിച്ചു വെച്ച് വളർന്നത്. അത് മറന്നിട്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട, അതൊരിക്കലും എനിക്ക് പറ്റില്ല. അഗതി മന്ദിരത്തിൽ ജീവിച്ചവളാണെന്ന് ഞാൻ എവിടെയും പറയും. അതിന് ഒരു നാണക്കേടും എനിക്ക് തോന്നുന്നില്ല. അല്ല മോളെ, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവര് നമ്മളെ വില കുറച്ച് കാണത്തില്ലേ, അതുകൊണ്ടാ മോളെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് പിന്നെ വില കുറച്ച് കാണുന്നവരുടെ വില, അവരുടെ വിലയല്ലേ കുറഞ്ഞു പോകുന്നത്. സത്യത്തിന് വിലയുണ്ടെങ്കിൽ സത്യം പറയുന്നവർക്കും വിലയുണ്ട്, കള്ളത്തരം പറയുന്നവർക്കാ വിലയില്ലാത്തത്. കള്ളത്തരം പൊങ്ങച്ചത്തിനും ആ വിലയെങ്കില് ആ വില എനിക്ക് ആരും തരേണ്ട വല്യപ്പച്ച. ആ വിലയുടെ ആവശ്യം എനിക്കില്ല. എനിക്ക് പൊങ്ങച്ചവും പറയണ്ട, കള്ളത്തരവും പറയണ്ട. അപ്പോഴത്തേക്ക് ഔതക്കുട്ടി നമ്മുടെ അലീനയുടെ പുറകിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, മോളെ ഇങ്ങ് നോക്കിക്കേ. എന്നിട്ട് പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നിന്റെ നിലപാട് നിനക്ക് ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ ആയിക്കോ, നീ അങ്ങനെ തന്നെ ചെയ്തോ, കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഒരു ചിരിയോടൊക്കെ കൂടി ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതായത് വല്യപ്പച്ചൻ പറഞ്ഞത് ശരിയാണല്ലോ, അവനവന് പറയാനുള്ളത് അവനവന് പറയണം, അവനവന് ശരിയെന്ന് തോന്നുന്നു അവനവന് ശരിയാവണം. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി എന്തൊക്കെയോ എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോഴത്തേക്കാണ് ഫോൺ കോൾ വരുന്നത് നമ്മുടെ അലീനയുടെ. അങ്ങനെ അലീനയുടെ ഫോൺ കോൾ വന്നതും നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമായി. രേവതി ഫോൺ എടുത്തിട്ട്, ഹായ് അലീന ചേച്ചി, അതെ നീ ബിസിയാണോ മോളെ, അതോ വെറുതെ ഇരിക്കുകയാണോ? ഇവിടെ ബിസി ഒന്നും ഇല്ല, അവിടെയല്ലേ എപ്പോഴും ബിസി. അല്ല അലീന ചേച്ചി എന്തെടുക്കുക? അത് പിന്നെ മോളെ, ഇനി ഞാൻ ഫ്രീയാ, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അല്ല ഒരു പണിയില്ലേ? ഫുഡ് കഴിക്കണം, അതുമാത്രമാണ് ഒരു ജോലി. അല്ല വെറുതെ ഇരുന്നാലേ ബോറടിക്കത്തില്ലേ? അവിടുത്തെ പപ്പയോട് പറ എന്തെങ്കിലും പഠിക്കാൻ വിടാനായിട്ട്, ഞാൻ ഇവിടെ കോളേജിൽ പോകുന്നത് പോലെ. നിന്റെ പ്രായം അല്ലല്ലോ മോളെ എനിക്ക്, ഇനി ഞാൻ എന്ത് പഠിക്കാനാ? അല്ല ഇപ്പൊ എന്തെല്ലാം പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് പഠിക്കത്തില്ലേ? അതൊക്കെ പിന്നെ നോക്കാം. ഞാൻ ആദ്യം ഇവിടെ താമസം ഒന്ന് ഉറപ്പിച്ചോട്ടെ. അപ്പൊ ഇതുവരെ അവിടെ ഉറപ്പിച്ചില്ലേ താമസം? അതെന്നെ ചേച്ചി പറയുന്നത്? സ്റ്റാൻലി പപ്പ ചേച്ചി മകളായിട്ട് സ്വീകരിച്ച് അങ്ങോട്ട് ഏറ്റെടുത്ത് കൊണ്ടുപോയതല്ലേ. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ചെറിയ സംശയമുണ്ട് മോളെ. സംശയമോ? എന്താ ചേച്ചി ആരെങ്കിലും ചേച്ചിക്ക് എതിരായിട്ട് വന്നോ? ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ടാല് അത് ഞാൻ പറയൂല്ലോ മോളെ, എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, പപ്പയ്ക്ക് പോലും ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ വെറുതെ ഇവിടെ തിന്നു കുടിച്ച് കിടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടോ? ഒന്നും ചെയ്യാൻ എനിക്ക് ഇവിടെ ഇല്ല മോളെ. അല്ല അവിടുത്തെ ആളുകളുമായിട്ട് പരിചയപ്പെട്ടില്ലേ? ഇവിടെ ആർക്കും ഒരു നിയന്ത്രണവും ഇല്ലെന്നേ. ജോലിക്കാരൊക്കെ തോന്നിയ പോലെയാ അവരുടെ കള്ളത്തരങ്ങളൊക്കെ. നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കി ഇങ്ങനെ നിന്നോണം. അല്ല സ്റ്റാൻലി പപ്പയോട് പറയാമല്ലായിരുന്നോ? പപ്പ പറഞ്ഞേക്കുന്നത് എന്നോട് ഒന്നിൽ പോയി തലയിടരുത്, ഇടപെടരുത് എന്നൊക്കെയാ. പുള്ളിക്കാരന് ചേച്ചിയോട് സ്നേഹമൊക്കെ ഉണ്ടോ?
സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചാൽ സ്നേഹമൊക്കെ ഉണ്ട് മോളെ. പക്ഷേ പപ്പയ്ക്ക് ഞാനൊരു പാവക്കുട്ടിയെ പോലെ വെറുതെ ഇരുന്നാ മതി. അല്ല വേറെ ആരുമില്ലേ അവിടെ ചേച്ചിക്ക് ഒരു കൂട്ടിന്? ഉം ആ പപ്പയുടെ അപ്പച്ചൻ വന്നിട്ടുണ്ട്, എന്റെ വല്യപ്പച്ചൻ. അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലേ? അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്. അത് മാത്ര ഒരു സമാധാനവും ഒരു ആശ്വാസവും. ഓ, ഒരാളെങ്കിലും ഉണ്ടല്ലോ അലീന ചേച്ചിക്ക്, അത് ധാരാളം മതി അവിടെ പിടിച്ചു നിൽക്കാനായിട്ട്. ഉം ശരിയാണ്, നോക്കട്ടെ. അല്ല നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓ, ഇവിടെ എന്ത് വിശേഷം? ഇവിടെ ഒന്നുമില്ല, ഇവിടെ എല്ലാം നന്നായിട്ട് പോകുന്നു. എന്നാ പിന്നെ ശരി മോളെ, ഞാൻ വെച്ചോട്ടെ. എന്നാ പിന്നെ ഞാൻ നാളെ വിളിക്കാം. എന്നാ പിന്നെ ഓക്കെ ചേച്ചി. അല്ല എന്നാ ടെൻഷൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ വരാം. ഇപ്പൊ അതൊന്നും വേണ്ട, നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ഫോണൊക്കെ വെച്ചിട്ടോ. ഏതായാലും നമ്മുടെ അലീന ഇങ്ങനെ ഇരിക്കുകയാണ് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഔതക്കുട്ടിക്ക് ഒരു ഫോൺ കോൾ വരിക. ഔതക്കുട്ടിയുടെ മോനാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ റോബിച്ചൻ വിളിച്ച ഉടനെ ഹലോ റോബിച്ചാന്ന് ഇങ്ങനെ പറയാണ്. അപ്പം റോബിച്ചൻ ചോദിച്ചു, അല്ല അപ്പച്ചൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ട്? ഞാൻ ഇവിടെ ലാലിച്ചന്റെ അടുത്താടാ. അതൊക്കെ മനസ്സിലായി. അല്ല എന്തു പറ്റി കൊളുത്തുപുഴയൊന്നും പോരാത്തത്? അത് പിന്നെ ലാലിച്ചായന്റെ കള്ളും കുടിച്ച് അവിടെ കൂടിയേക്കുവാണോ? ഏയ്, അതൊന്നും ഇല്ലടാവേ. കള്ളു കുടിക്കാനോ? ഞാനിവിടെയേ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാന്നോ? അപ്പച്ചൻ അവിടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവാന്നോ? എന്തോ അപ്പച്ചായി പറയുന്നത്? അത് പിന്നെ ഏടാവേ, ഞാനിവിടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന കുറച്ച് സംഗതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അല്ല ലാലിഷായനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തായി ആ കാര്യം? അവിടെ ഉറപ്പിച്ചോ അവള്, അതോ അവളെ ഒഴിവാക്കിയോ? ഓ, അതൊന്നും അത്രയ്ക്ക് എളുപ്പമല്ലെന്ന്, ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഒരു പെണ്ണല്ല. അപ്പൊ അവിടെ നമ്മൾ പോവത്തില്ലേ? ഇല്ല, പോവത്തില്ല, ഒരു രക്ഷയില്ല. അല്ല ആൽബിച്ചൈനം കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വന്നാലോ? വേണ്ട വേണ്ട വേണ്ട, നീയൊന്നും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണ്ട. ഇത് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള കേസേ ഉള്ളടാ. പിന്നെ എന്തിനാടാ നീയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്? അതേ, ഒരുപാട് വെച്ച് നീട്ടിക്കൊണ്ട് പോകില്ല, പെട്ടെന്ന് നമ്മളെ പറഞ്ഞയച്ചോണം. 4 ആളെ അറിഞ്ഞാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര നാണക്കേടാ. അല്ല എവിടുന്ന് കുറ്റിയും പറിച്ചു വന്നു ആ സാധനം? മനസ്സിലാവുന്നില്ലല്ലോ. അത് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ. അത് ലാലിച്ചന്റെ മോള് തന്നെയാ. ഓ, പിന്നെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ലാലിച്ചായന്റെ മോളാണെന്ന്? ഒണ്ടറാ, എഴുതി വെച്ചിട്ട് ഒണ്ടറാ. അവൾ ഈ കുടുംബത്തിൽ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. ഛേ, അപ്പച്ചൻ എന്താ ഈ പറയുന്നത്? നമ്മുടെ കുടുംബത്തിന് മൊത്തം മാനക്കേടല്ലേ ഇതൊക്കെ? ഇത്രയും നാളും റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്റെ ചേട്ടനാണെന്ന് പറയാൻ 4 പേരോട് പറയാൻ എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, ഇനി ഇപ്പൊ ഞാൻ തല ഉനിക്കണ്ടേ അവരുടെയൊക്കെ മുമ്പില്? ദേ, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടെല്ലാം വിശദമായിട്ട് പറയാം, നീ ഒന്ന് അടങ്ങ്. അപ്പം അവളെ പറഞ്ഞയക്കത്തില്ലേ? ഇപ്പം പറഞ്ഞയക്കത്തില്ല. അതെന്താ കോപ്പിലെ ഇടപാടാ? അപ്പച്ചന്റെ മനസ്സ് മാറിയോ? ഞാൻ അങ്ങോട്ട് വരട്ടെ? ഓ, നീ ഇങ്ങോട്ട് വന്നാലേ നിന്റെ മനസ്സ് മാറും. അവൾ അത്രയ്ക്ക് ഗേമിയാണോ? എന്തായാലും ഉള്ളൊരു പെണ്ണല്ലേ. എന്റെ പൊന്നു മോനെ റൂബി, നമ്മൾ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാനല്ല നോക്കേണ്ടത്, ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. അവളെ മിടുക്കി. ലാലിച്ചനെ കൺട്രോൾ ചെയ്യാൻ ഇതുവരെ ആരും ഇല്ലായിരുന്നുവല്ലോ. ഇവളെ കൊണ്ട് പറ്റും, അതെനിക്ക് മനസ്സിലായി. ഇവളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ലാലിച്ചായൻ അങ്ങനെ വല്ലോൾമാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണോ? വേണം, അത് വേണം. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ശരിയാകാനുണ്ട്. ലാലിച്ചന്റെ കുടിയെ പറ്റി നിനക്കറിയാലോ, അതിലൊക്കെ അവള് കയറി പിടിക്കും. അല്ല ലാലിച്ചായനെ ഇപ്പൊ കുടിക്കാനും സമ്മതിക്കത്തില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല തൽക്കാലം, പക്ഷെ അവള് പിടിക്കും, അവളെ എല്ലായിടത്തും പിടിമുറുക്കും. അപ്പച്ചന് ഇത് എന്തോന്നാ പറ്റിയത്? ഇവിടുന്ന് പോയ ആളല്ലല്ലോ ഈ പറയുന്നത്. റോബിച്ച, നീ ഇപ്പം ഇവിടത്തെ കാര്യങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ഒരാവശ്യമില്ല. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, സിമ്പിൾ ആയ കാര്യമാണ്. ദേ, അവിടെ എല്ലാരും ഇവിടുത്തെ കാര്യം ഓർത്ത് വിഷമിക്കാതെ ഇരുന്നാ മതി. നീ ആൽബിച്ചനെ ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ അപ്പച്ച, അറിയാലോ, ഔസപ്പച്ചൻ അറിഞ്ഞാലേ അങ്ങോട്ടേക്ക് വെട്ടുകത്തിയും കോടാലിയായിട്ട് വരും അങ്ങ് കൊളുത്തുപുഴയിലേക്ക്. അപ്പച്ചൻ പോയപ്പോഴേ എനിക്ക് തോന്നി ഇത് ശരിയാവത്തില്ലെന്ന്. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു. നീ ഫോൺ വെച്ചിട്ട് പോടാ. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാം പറയാന്ന് പറഞ്ഞല്ലോ, വെക്കടാ ഫോണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔതക്കുട്ടി ദേഷ്യം വന്ന് ഫോണും അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ. രൂപിച്ചനാണെങ്കിൽ ഇത് എന്തൊരു കൂത്ത്, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? പോയപ്പം വേറൊരാള്, ഇപ്പം വേറൊരാള്, ആ ഒരവസ്ഥയാണല്ലോ. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, അലീനയ്ക്ക് അങ്ങനെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് വരുന്നില്ല. അലീന നേരെ വീണ്ടും കിച്ചണിനകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ വിനോദും അതുപോലെ പൗലോസും ഉണ്ട്, വിനോദ് ഡ്രൈവർ. അപ്പം അലീനയെ കണ്ടത് വിനോദ് പതുക്കെ ചെന്നിട്ട് ദേ പൗലോസ് അച്ചായ എന്ന് വിളിച്ചിട്ട് കാണിക്കാണ് കേട്ടോ അലീനയെ. അപ്പൊ അലീന ഇങ്ങനെ വീണ്ടും വന്ന് ചുറ്റുപാടും ഒക്കെ ഇങ്ങനെ നോക്കുവാണ്. ചുറ്റുപാടും എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരടുക്കും ചിട്ടയും ഇല്ല, ഒരു വൃത്തിയും മെനയും ഇല്ല. മാത്രമല്ല സഞ്ചിയിൽ വീണ്ടും സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു.
അപ്പോഴത്തേക്കും നമ്മുടെ അലീനോട് ഔസേപ്പ് ചോദിച്ചു, അല്ല ഔസേപ്പ് അല്ല പൗലോസ് ചോദിച്ചു, എന്തിനാ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു നോക്കുന്നത്? അല്ല ഇത് ആവശ്യമില്ലാത്ത സാധനം അല്ലല്ലോ. അല്ല കുഞ്ഞ് എന്തിനാ അടുക്കളയിലത്തെ കാര്യത്തിലൊക്കെ കയറി കൈ കടത്തുന്നത്? അത് പിന്നെ ഞാനേ ഒരു അടുക്കളക്കാരിയായിരുന്നു, അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസാ. അതിന് ഇതിന് ഇവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ. കുഞ്ഞു മുതലാളിയുടെ മോളല്ലേ. ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സാധനവും ഞാൻ നോക്കാൻ പാടില്ലേ പൗലോസ് ഏട്ടാ? അല്ല വേറെ എവിടെയെങ്കിലും ചെന്ന് നോക്ക്, എന്റെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങൾ നോക്കണ്ട. ഓ, പൗലോസിയേട്ടന്റെ അടുക്കള എന്ന് പറയാന് ഇത് പൗലോസിയേട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടുക്കളയാണോ? അല്ലല്ലോ. ആണോ? ഈ അടുക്കളയില് പൗലോസേട്ടൻ എന്റെ അനുവാദമില്ലാതെ നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസേട്ടന് നോക്കാൻ പറ്റത്തില്ല, അത് ശരിയാണ്. കുഞ്ഞ് എന്തിനാ എന്റെ അടുത്ത് ഉടക്കിന് വരുന്നത്? കുഞ്ഞിന്റെ അടുത്ത് ഞാൻ എന്താ ചെയ്തത്? അല്ല പൗലോസേട്ടനൊരു വിചാരമുണ്ട്, പൗലോസേട്ടനെ ചോദ്യം ചെയ്യാനും ഈ കിച്ചണിൽ കയറാനും വേറെ ആർക്കും ഒരു അവകാശം ഇല്ല എന്ന്. അതുകൊണ്ടല്ലേ ഇപ്പം പറഞ്ഞത് ഈ സഞ്ചിയിൽ എന്നോട് തുടരുതെന്ന്. ദേ കേണൽ സ്റ്റാൻലി ജോസഫ് തുടരുതെന്ന് പറഞ്ഞാലും ഞാൻ തൊടും. ഞാന് ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം കടുക്ക് മണി വരെ ഞാൻ നോക്കും. അല്ല തടയാൻ പറ്റുമോ പൗലോസേട്ടന്? പറ്റുമോ? അപ്പോഴത്തേക്ക് നമ്മുടെ പൗലോസിന് ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ സഞ്ചിയിൽ വീണ്ടും നമ്മുടെ അലീന നോക്കി. അങ്ങനെ സഞ്ചി കുടഞ്ഞിടാണ്. സഞ്ചി കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സഞ്ചിക്കകത്തും കുറെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ അലീന ചോദിച്ചു, ഇതെന്തിനാ ഈ സഞ്ചിയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്? ഇതും കൊണ്ട് കളയാനാണോ, അതോ ഇതിപ്പം മേടിച്ചോണ്ട് വന്നാണോ? അപ്പോഴത്തേക്കും ആരാ ഇത് മേടിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാനാന്ന് വിനോദ്. അല്ല ഇത് എത്ര കിലോ ഉണ്ട്? 2,800. ഇതിന് എത്ര രൂപയായി? 950. എല്ലാ ദിവസവും മീൻ മേടിക്കും, ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളത്തില്ല. അല്ല ഈ പച്ചക്കറിയും എല്ലാ ദിവസവും മേടിക്കും. ഇതൊക്കെ എന്തിനാ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് പിന്നെ അത് കുറച്ചു വല്ലതൊക്കെ മിച്ചം വരുമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും 2 കിലോ 800 ഗ്രാം മീൻ വെട്ടിയാൽ 1 കിലോ. ഇത് എവിടത്തെ കണക്കാ? മീനിന്റെ കേസ് അവിടെ ഇരിക്കട്ടെ, പച്ചക്കറി ഇതെല്ലാം കൂടെ എന്താ എന്റെ പൊന്നു പൗലോസേട്ടാ കാണിക്കുന്നത്? ഈ വേസ്റ്റ് ഒക്കെ കുറച്ചൊക്കെ തള്ള. അല്ല ഈ വേസ്റ്റ് തള്ളുന്നതിനൊരു പരിധിയില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ പൗലോസ് പറഞ്ഞു, ഇവിടെ അങ്ങനെ സ്കെയിൽ വെച്ചൊന്നും അളന്നു നോക്കാറൊന്നുമില്ല. അല്ല പൗലോസേട്ടനൊന്ന് മീൻ വെട്ടുവോ? എനിക്കൊന്ന് കാണാനായിരുന്നു എങ്ങനെയാണെന്ന്. അത് പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. മീൻ വെട്ടിയിട്ട് മതി വേറെ പണി, ആദ്യം മീൻ വെട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വിനോദ് പറഞ്ഞു, വെട്ട് പൗലോസേട്ടാ വെട്ട്, കുഞ്ഞു പറഞ്ഞല്ലേ വെട്ടാ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൗലോസ് എന്ത് ചെയ്യുന്നു, മീൻ വെട്ടാൻ വേണ്ടി മീനെല്ലാം കൂടി എടുത്തു കേട്ടോ. മീൻ വെട്ടാൻ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ പൗലോസ് മീൻ വെട്ടാൻ തുടങ്ങി. വലിയ മീനാ. അതിന്റെ തല ഒന്ന് വെട്ടി മാറ്റി വെച്ചിട്ട് വേസ്റ്റിലേക്ക് ഇടാൻ തുടങ്ങുക, വാലും മാറ്റി ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അലീന ചോദിച്ചു, അതെന്താ തല ഉപേക്ഷിച്ചോ? ഇത് കേണൽ സാബിന് ഇഷ്ടമല്ല, ഇതേ മിറ്റം തൂക്കാൻ വരുന്ന സ്ത്രീ എടുത്തോണ്ട് പൊക്കോളൂ എന്ന് പറയുമ്പോ ആടിന് കൊടുക്കാനല്ലേ? എന്റെ പൊന്നു കുഞ്ഞ് എന്തിനാ ഇതിനകത്തൊക്കെ ഇടപെടുന്നത്? എന്തിനാ വെറുതെ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ ഇടുന്നത്? കേണൽ സാബിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയാൽ പോരെ? എനിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടം നോക്കിയാൽ പോരെ? ഞാൻ വായിക്ക് രുചിയായിട്ടാണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് പോരാ പൗലോസേട്ടാ, ഭക്ഷണം കിട്ടാതെ ഈ ലോകത്ത് എത്രയോ കുഞ്ഞുങ്ങൾ വിശന്ന് മരിക്കുന്നുണ്ടെന്ന് അറിയാമോ? എത്രയോ അനാഥാലയങ്ങളിലെ ആഹാരം വേണ്ടത്ര കിട്ടാനില്ലാതെ വൃദ്ധരും രോഗികളും ഒക്കെ പട്ടിണി കിടക്കുന്നു. ഇതൊക്കെ പൗലോസേട്ടന് അറിയാമോ? പൗലോസേട്ടൻ ഇവിടെ കോഴിയുടെ മീനിന്റെയും തലയും വാലും മുറിക്കുമ്പോഴത്തേക്കും സെർവന്റിന്റെ സഞ്ചിയിലേക്ക് അതിലെ പകുതിയും പോകുന്നു. വാങ്ങിക്കുന്ന അടുക്കള സാധനങ്ങൾ പാതി മുക്കാലും അങ്ങനെ തന്നെ പോകുന്നു. വെച്ചുണ്ടാക്കുന്നതിന്റെ പകുതിയും കൊടുത്തു വിടുന്നു. ഇതെന്തൊരു കഷ്ടാണ്. പൗലോസേട്ടന്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ പൗലോസേട്ടൻ ഇങ്ങനെ ചെയ്യുവോ? ഒരിക്കലും ചെയ്യത്തില്ല. ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായില്ലേ, എന്നിട്ടും ഈ വീട്ടിൽ എന്തുമാത്രം ഭക്ഷണങ്ങൾ ഉണ്ടാക്കണമെന്ന് പൗലോസേട്ടന് അറിയത്തില്ലേ? ദേ കുഞ്ഞെ, എന്നെ പഠിപ്പിക്കാൻ വരരുതേ. ഞാൻ ഈ പണി പഠിച്ചിട്ട് കുറെ കാലം ആയതാ. അതെ, ഞാൻ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പൗലോസേട്ടൻ ചില കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. ഇങ്ങനെ ധാരാളിച്ച് കളയാനേ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. അതിന് ഞാൻ വഴി വെച്ച് തരത്തുമില്ല. ഈ ഒരു സീനും കൂടെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ പൗലോസിന് ദേഷ്യം കൂടി വരുന്നുണ്ട് അലീനയോട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.